camera. Hi, buddy. Hi, camera. ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ നെയ്ബേഴ്സ് എല്ലാവരും കൂടെ കുറച്ച് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്. സമ്മർ ആയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാവരും ഉള്ളപ്പോഴൊക്കെ ചുമ്മാ ഒന്ന് ബോൾ തട്ടാനും ഗ്രൗണ്ടിൽ കൂടാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഒരു രസം. ഓക്കെ അല്ലേ? We're really sweaty, so we have to take a shower. Yeah. അപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് വരാം. നമ്മുടെ വീട്ടിലെ ബണ്ണിനെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ പിങ്കിമോൻ്റെ പെറ്റാണ് ഹോളി. നീനായുടെയും പെറ്റാണ്. ഇതാണ് ഹോളിയുടെ വീട്, പിങ്കിമോൻ്റെ മുറി തന്നെ. ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ പൊക്കി പിടിച്ചാൽ മതി. ആ പിടിച്ചോണം, അവളെ വലിയരുത് കേട്ടോ. മുറുക്കാണേലും പിടിച്ചോണം. പിടിച്ചു. ഒരു മിനിറ്റ്. ആ ഇത് ചെയ്തു. ആ ചെയ്തോ. ഇത്രയും ചെയ്യുന്നുള്ളേ. ഇത് കണ്ടോ, പിച്ചാത്തി പിടി പോലെ നഖം. ചെരിച്ചു പിടിക്കുക, എന്നിട്ട് 0.5 ഇടുക. 2 അർജന്റീന ഭീകരന്മാരും അമ്മച്ചിയും കുടുംബം എല്ലാം കൂടെ വെട്ടാൻ വന്നിരിക്കുന്നത് ഇതാ. നഖം വെട്ടിക്കൊണ്ടിരിക്കുക ബണ്ണിയുടെ. ചുമ്മാ ബണ്ണിയുടെ നഖമാണെന്നൊന്നും വിചാരിക്കണ്ട, അതേ പിച്ചാത്തി പോലെ കണ്ടോ. എൻ്റെ പൊന്നെ, രാവിലെ തന്നെ ബണ്ണിയുടെ നഖം വെട്ടുക എന്നുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അതെന്തായാലും കഴിഞ്ഞു. നഖം വളർന്ന് അപ്പം ബണ്ണി മമ്മി ഇങ്ങേ അറ്റത്ത്, ഇത് ബണ്ണിയുടെ അമ്മച്ചി, ഇത് ബണ്ണിയുടെ വല്യമ്മച്ചി. ഞാൻ ആരുമല്ല. ഐ ഡോണ്ട് ലൈക്ക് ബണ്ണീസ്. You're the long lost grandfather. Hello. പിങ്കാപ്പി, Yeah. നമ്മൾ ഡെയിലി വീഡിയോ ആണ്, നമുക്ക് ഇന്നത്തെ വീഡിയോ വേണ്ടേ? നമ്മളിപ്പോൾ ഡെയിലി വ്ളോഗൊക്കെ ചെയ്ത് ഭയങ്കര അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കണ്ടൻറ്റ് വേറൊന്നുമില്ല. ഇന്ന് വീട്ടിലെ ചില വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ദേവസ്യാച്ചനില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പിങ്കിമോനാണ്. നമ്മുടെ വീട്ടിലെ കുറേ വിശേഷങ്ങൾ, പിന്നെ അതുപോലെ നിങ്ങൾ കുറച്ച് പേര് നമുക്ക് കമൻ്റ് അയച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ചില ഉത്തരങ്ങൾ, പിന്നെ നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞ് അറിയിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് ഇങ്ങനെ കുറേ സെറ്റപ്പുകൾ അല്ലേ? പക്ഷെ നമ്മുടെ വ്ളോഗിങ്ങിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മച്ചി ചായക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അതിൽ കൂടെ പോയി ടേസ്റ്റ് ചെയ്തിട്ട് വന്നാലോ? And I helped. You helped? Yes. Okay. I made some too. Yeah, എന്നാ നമുക്ക് അമ്മച്ചി എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. Let's do it. അമ്മച്ചി. അമ്മച്ചി എന്നാ ചായക്ക് സ്പെഷ്യല്? ഇടിയപ്പം കൊഴുക്ക്. ആഹാ, ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതാ. അത് ശരി. ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ. No, but I was the ഇത് മധുരമുള്ള ഇടിയപ്പം അല്ലേ മമ്മി? മധുരമുള്ള ഇടിയപ്പം, പിന്നെ കോഴിക്കോട്ട. But I was the first person to have some. Really? Yeah. But do you want some? Here, you can have the smaller piece. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു? സൂപ്പർ ആയിരിക്കും for sure. It's delicious. You like it? That's all you got to do. നമുക്ക് നമ്മുടെ ജീപ്പ് ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് ചക്കരനെ നമ്മുടെ ആർലിയിൽ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നില്ലേ? Yeah. ആ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാലോ? നമ്മളത് വീഡിയോയിൽ കൊണ്ടുവന്നില്ലായിരുന്നു. Yeah, let's do it. ഓക്കെ, എന്നാൽ നമുക്ക് ബൈക്കിൻ്റെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. Yeah. അപ്പോൾ സംഭവം വേറൊന്നുമില്ല, നമ്മുടെ പിങ്കിമോനേക്കാൾ ഉപരി നമുക്കെല്ലാം വണ്ടിഭ്രാന്തന്മാർക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ നമ്മുടെ പിള്ളേരെ നമ്മുടെ അടിപൊളി കാറിലും അല്ല അടിപൊളി ബൈക്കിലും ഒക്കെ പോയി പിക്ക് ചെയ്യണമെന്ന്. നമുക്കൊന്നും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഏതോ ഒരു ദിവസം
പിങ്കിമോന് ഭയങ്കര ഇഷ്ടമായി ഈ ബൈക്കും ജീപ്പും. ഞങ്ങളുടെ മസ്തേനേക്കാളും പിങ്കിമോന് ഏറ്റവും ഇഷ്ടം ബൈക്കും ജീപ്പുമാണ്. അപ്പോൾ പിങ്കിമോൻ എവിടെയെങ്കിലും പോകുമ്പോൾ ചെറുപ്പം പോലെ പിങ്കിമോൻ പറയും പാപ്പാ നമുക്ക് ജീപ്പേ പോവാന്ന്. അപ്പോൾ മാക്സിമം ഞങ്ങൾ ജീപ്പയിലാണ് പോകാറ്. അപ്പോൾ അങ്ങനെ കൊച്ചല്ലേ, കൊച്ചിന് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ടാങ്കിൻ്റെ മുകളിലൊന്നും വെച്ചുകൊണ്ട് ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പറയാം. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ പിങ്കിമോൻ ഇതുപോലെ സ്കൂളിൽ പോയി എപ്പോഴും നമ്മുടെ ഹാർലി ഡേവിഡ്സനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. എൻ്റെ പപ്പയ്ക്ക് ഹാർലി ഡേവിഡ്സണുണ്ട്. അപ്പോൾ ടീച്ചർമാരൊക്കെ ചോദിക്കും ഏതാ എങ്ങനെയാണ് മറ്റേ ഡീറ്റെയിലാന്നൊക്കെ ചോദിക്കും. പിന്നെ എപ്പോഴോ പിങ്കിമോൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു പപ്പ എന്നെ ഒന്ന് ഹാർലിയിൽ സ്കൂളിൽ കൊണ്ട് വിടാൻ പറ്റുമോ എന്ന്, ഇതുപോലെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരാമോ അങ്ങനെയാണ്ട് ചോദിച്ചേ. അപ്പോൾ ആ സമയത്തൊന്നും പിങ്കിമോനെ അങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ച് പോസിബിൾ അല്ലായിരുന്നു. കാരണം പിള്ളേരെ ബൈക്കിൽ കൊണ്ടുപോകാൻ പാടില്ല, ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു നിയമം എങ്ങും പറയുന്നില്ല. ഭയങ്കര വേഗമായിട്ടുള്ള ഒരു സാധനങ്ങളെ എല്ലായിടത്തും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഈ ഒരു സാധനം പിങ്കിമോൻ പറയുകയും ചെയ്തു. അപ്പോൾ പിങ്കിമോൻ്റെയും വലിയൊരാഗ്രഹം എൻ്റെയും വലിയൊരാഗ്രഹം ഇതെങ്ങനെയും ഒന്ന് നടപ്പിലാക്കണമല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ച് റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അത് ചെയ്തു. പിങ്കിമോൻ എന്നായിരുന്നു അത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഇതുണ്ടായേ? I don't know. I just thought it was like really fun to like have my dad pick me up on a motorcycle. So I'd be known as the girl that went home on a motorcycle. അപ്പോൾ സ്കൂളിൽ നമ്മൾ കുറച്ചുകൂടെ കൂളറായിട്ട്. അപ്പോൾ എൻ്റെ അറിവിൽ ബൈക്കുള്ളവർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ അല്ലാത്ത ഏറ്റവും വലിയ കാര്യമാണുള്ളത് പിള്ളേരെ നമുക്ക് ബൈക്കിൽ കൊണ്ടുപോകാവോ എന്നുള്ള കാര്യമൊക്കെ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ChatGPT എന്നാട്ടോ. അപ്പം അതിൻ്റെ അകത്ത് പല പല നിയമങ്ങൾ പല സ്ഥലങ്ങളിൽ പലരായിട്ട് പറയുന്നുണ്ടെന്നെങ്കിലും ക്ലിയർ ആയിട്ടൊരു നിയമമില്ല. ആകെ കൂടി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേജർ സാധനം എന്ന് പറഞ്ഞാൽ പുറകിലത്തെ സീറ്റിലിരിക്കുമ്പോൾ പിള്ളേർക്ക് വേണ്ട ഈ താഴത്തെ ഫൂട്ട് റെസ്റ്റിൽ സുഖമായിട്ട് കാലെത്തണം. അതോടൊപ്പം തന്നെ പില്ലിയൻ റൈഡറുടെ പ്രൊട്ടക്ഷൻ റൈഡർക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ചിലരുണ്ട് ഈ നമ്മുടെ സീറ്റ് ബെൽറ്റ് പോലെ ഇരുന്നിട്ട് നമ്മളിലേക്ക് കെട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഒരു സ്ട്രാപ്പൊക്കെ ഈ ഹാർനസ് ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നവർ. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ഇവർക്ക് പാകമാവുന്ന ഒരു ഹെൽമെറ്റ്, പ്രോപ്പർ റൈഡിങ് ഗിയർ, അതെല്ലാം ഇടിപ്പിച്ചിട്ടാണ്. എന്തായാലും അങ്ങ് റിസ്ക് എടുത്തു. നമുക്ക് രണ്ടുപേർക്കും അടിപൊളി ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പറായിട്ട്. പിങ്കിമോൻ്റെ സ്കൂളിലേക്ക് ഏകദേശം 30 കിലോമീറ്ററോളം ഇവിടെ ഉണ്ട് അല്ലേ, 30 കിലോമീറ്റേഴ്സാണ്. സോ നേരെ പിങ്കിമോനെ പോയി. അപ്പോൾ പിങ്കിമോൻ ഭയങ്കര ഹൈപ്പായിരുന്നു കേട്ടോ സ്കൂളിൽ കൊടുത്തത്. എൻ്റെ ഡാഡിനെ ഹാർലി ഡേവിഡ്സനെ പിക്ക് ചെയ്യാൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അവരാരും വിശ്വസിച്ചില്ല അല്ലേ? എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചും ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന മൊമെൻ്റ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇച്ചിരി റിസ്ക്കിയാണ്. ഫസ്റ്റ് ടൈമാണ് പിങ്കിമോനെ അതുവരെ ഞാൻ ബൈക്കിൽ കയറ്റി എങ്ങും കൊണ്ടുപോയിട്ടില്ല. ഈ ഇട്ടാവട്ടത്തിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ എടുക്കുന്ന റിസ്കിനെല്ലാം പ്രോപ്പറായിരിക്കണം. രണ്ടാമത് പിങ്കിമോൻ ഇത്ര ഹൈപ്പ് കൊടുത്ത് സ്കൂളിൽ ഒരു ഹൈപ്പ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം ഇടയ്ക്ക് വെച്ച് പിങ്കിമോൻ്റെ ഒരു ടീച്ചർ നമ്മുടെ വീട്ടിൽ വരുകയും നമ്മുടെ ബൈക്കിൽ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഹൈപ്പ് കൂടുതലുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ ഉണ്ടാക്കുന്ന അതിനേക്കാളും ഏറ്റവും വലിയ എംബാരസ്മെൻ്റ് ആയിരിക്കും, നാണക്കേട്. ദാറ്റ് വിൽ റിമെയിൻ ഫോർ എവർ. ഇപ്പം നാലോചിച്ച് പ്രത്യേകിച്ച് പിങ്കിമോൻ്റെ സ്കൂളിൽ ഡാഡ് മറിഞ്ഞു വീണെന്നോ ഡാഡിൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നോ പൊട്ട വണ്ടി ആണെന്നോ അങ്ങനെ വല്ലതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നാണക്കേടല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്നുള്ളത് ഞാൻ എല്ലാം മേക്ക് ഷുവർ ചെയ്ത് ഫ്യൂൽ ടാങ്ക് ഫുള്ളാക്കി തന്നെ. അതോടൊപ്പം വ്ളോഗ് ചെയ്യാൻ ഒത്തിരി ക്യാമറ ഒന്നും വെക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അറ്റൻഷൻ ഡീവിയേറ്റ് ആയിപ്പോവും. വണ്ടിയിൽ കൊടുക്കേണ്ട ഇതിനെക്കുറിച്ച് കാളും അല്ല കൊച്ചിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസിനേക്കാളും ഒക്കെ നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ അറ്റൻഷൻ ഡീവിയേറ്റ് ആയി പോകുമല്ലോ. അപ്പം എന്നേരം അബദ്ധം വന്നാലോ എന്ന് ഓർത്ത് ഞാൻ അതിനൊന്നും പ്രയോറിറ്റി കൊടുത്തില്ല. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് കൊച്ചിനും ഒരു അടിപൊളി മെമ്മറി ആയിരുന്നു. സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും ഓൾറെഡി സ്കൂൾ വിട്ടിട്ട് പിള്ളേരെ സ്കൂൾ ബസ്സിലേക്ക് കയറേണ്ട സാഹചര്യത്തിൽ നിൽക്കുക. അപ്പോൾ പിങ്കിമോനോട് ടീച്ചർ എന്ത് നിന്റെ ഡാഡ് വന്നില്ലല്ലോ, ബൈക്കിൽ തന്നെയാണോ വരുന്നത് അതോ കാറേ വരുമെന്നാണോ പറഞ്ഞത് എന്നൊക്കെ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ചെന്നത്. എല്ലാരും നോക്കി. It was like crazy because it was at the exact second. Like, are you sure he's like gonna come? Is he just gonna come on the car? And then I hear the engine coming from down the block, and like that's him.
അതൊരു അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സ് നിറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്. ശരിക്കും അതിൽ ഏറ്റവും കുശുമ്പ് കുത്തുന്നത് നീനായ. അവക്ക് കൊച്ചിനെ പോയി ഫസ്റ്റ് ബൈക്ക് പിക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു അവളുടെ. ബട്ട് ഡിഡ്ന്റ് ഹാപ്പൻ. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു മൊമെന്റ് എന്തായാലും വേണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതിനൊക്കെ നമുക്ക് മെമ്മറീസ് എന്തായാലും നമ്മുടെ ഭാഗത്തൊന്നും വേണ്ട അല്ലേ? വേണ്ട. നമ്മളെ ബേസ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അതിന്റെ ആ കാർപ്പറ്റാ പുറത്ത് നമ്മൾ ഉണങ്ങാൻ കൊണ്ടുപോയിട്ടേക്കുന്നത് കേട്ടോ. ബേസ്മെന്റിന്റെ പണി എന്തായാലും തീർന്നു. അത് നമുക്ക് നീന എണീറ്റിട്ട് പറയാം. അപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ നമുക്ക് കമന്റ് അയച്ച് എപ്പോഴും പറയുന്നതായിരുന്നു നമ്മുടെ ജീപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇടാവോ, ജീപ്പും കൊണ്ട് ഇടയ്ക്ക് റൈഡ് പോകണം കാര്യങ്ങളെന്നൊക്കെ. ഈ പറഞ്ഞ പോലെ ജീപ്പും നമ്മൾ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ചതാണ്. നമുക്ക് കുറച്ച് റൈഡുകളെ അതുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് യാർഡിൽ പോകാനുള്ള ആഴ്ചയിൽ ഒന്ന് അങ്ങോട്ട് യാർഡ്, പിന്നെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വീട്ടിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് കാർ എന്നുള്ള രീതിയിലാണ് മേടിച്ചത്. അതുകൂടാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ജീപ്പിനെ കുറിച്ച് കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര ബേസ് മോഡൽ ഒരു ജീപ്പാണ്. ഇതിൻ്റെ അകത്ത് വലിയ ഫാൻസി ആയിട്ടൊന്നും ഇൻസൈഡൊന്നും ഇല്ല. യാർഡിൽ കൊണ്ടുപോയിട്ട് ജീപ്പിൻ്റെ അകം നിറയുണ്ടല്ലോ പൊടിയ. അപ്പം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. Gum wrapper. Hey, once you're done, do you want to go on a walk? Yeah, we can do that. Okay. Trying to murder us. Yeah. So. ഒത്തിരി ചൂടില്ല. Yeah. ശരിക്കും നമ്മുടെ ജീപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ? Yeah. ഇതേണ്ട, ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ ഇൻസൈഡ് കേട്ടോ. വെറും ബേസിക് എന്നാ പറയുന്നത്, It's like old school. ശരിക്കും ജീപ്പിൻ്റെ പ്രത്യേകതയായിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ കൂടി തോന്നിക്കുന്ന ഇതേ ഉള്ളൂ. നമ്മൾ ഈ ജീപ്പ് ഓടിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിൽ ഞാൻ വലിയ എക്സ്ട്രീം ഫാൻസി വണ്ടികളൊന്നും നമ്മുടെ നാട്ടിൽ വെച്ച് ഓടിച്ചിട്ടില്ല. ഞാൻ ഓടിച്ച വണ്ടികൾക്കൊന്നും ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് എപ്പോഴാണ് മാറേണ്ടതെന്നുള്ളതിന് ഒരു ഇൻഡിക്കേഷൻ വരികയല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം കറക്റ്റ് RPM റീച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓരോന്നിൻ്റെ സ്പീഡും RPM കറക്റ്റായി കഴിയുമ്പോഴത്തേക്ക് ഒരു മുകളിലേക്ക് ആരോ കാണിക്കും ഗിയർ അപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇവിടെ എല്ലാ വണ്ടികളും തന്നെ ഓട്ടോമാറ്റിക് വണ്ടികളാണല്ലോ. ഇപ്പോൾ ജീപ്പുകൾ തന്നെയാണല്ലോ മിക്കതും ഓട്ടോമാറ്റിക് ജീപ്പുകളാണ്. അപ്പോൾ അവർക്ക് ഈ സ്റ്റിക്ക് ഓടിക്കുക എന്ന് പറയും. ഈ പൊങ്ങി നിന്ന് മാനുവൽ ഗിയർ ഇടുന്നതിന് സ്റ്റിക്ക് ഓടിക്കുക എന്ന് പറയുന്നത്. അപ്പം സ്റ്റിക്ക് ഓടിക്കാൻ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് എപ്പോഴാണ് ഗിയർ മാറേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിൽ ഈ ഒരു ഇൻഡിക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൻ്റെ RPM കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ആരോ വരും. അന്നേരം സെക്കൻഡിലേക്ക് ഇട്ടാൽ മതി. സെക്കൻഡിൽ RPM കറക്റ്റ് ആകുമ്പോൾ തേർഡിലേക്ക് ഇട്ടാൽ മതി. ആ ഒരു സെറ്റപ്പ് അത് മാത്രമേ ഞാൻ ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ളൂ. അത് ഇപ്പോഴത്തെ എല്ലാ ജീപ്പിനകത്തുണ്ടോ, എന്നാൽ ഡൗൺ ചെയ്യുന്നതിന് ആ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. ഇപ്പോഴത്തെ എല്ലാ ജീപ്പുകൾക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ കൂടി ഓടിച്ചേക്കുന്ന ജീപ്പ് ഇത് മാത്രമാണ്. എന്തായാലും ഓടിക്കാൻ എനിക്ക് ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ നാളെ ഇതൊരു ഫാൻസി സെറ്റപ്പായിട്ട് മോഡിഫൈ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലെ വലിയ ആഗ്രഹം. പെങ്കാപ്പി എടാ, നമുക്ക് കാർപ്പറ്റ് എടുത്ത് വെച്ചാലോ? അല്ല പിന്നെ ഈ കാർപ്പറ്റ് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. You could have talked about the experience. Hi. And then slowly you practice that. Okay? Okay. And then when you get the ball, so this is something that you can use to get out of your boredom. Okay. Okay? And then this is what you do. So that's how you shoot. So that's why you need practice. Yeah. വെള്ളയൊക്കെ ഉണ്ടോ? Yeah. Mystery. എടുത്തു വെക്ക്. ഞാൻ എടുത്തു മോൻ രണ്ടെണ്ണം മതിയോ മോൻ? രണ്ടെണ്ണം കഴിച്ച് തുടങ്ങാം. എടാ, രാവിലത്തെ വാട്ടർ ഹീറ്ററിന്റെ വിശേഷം പറഞ്ഞില്ല നമ്മള്? പപ്പ ഓർമ്മയില്ലായിരുന്നു, എന്നോട് പറഞ്ഞില്ലേ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം എന്നതിൻ്റെ. അതെ, എന്നാ കണ്ടത്? അവർ വന്നിട്ട് വന്നു കഴിഞ്ഞ ഉടനെ നമ്മളോടൊന്നും പറയുന്നൊന്നുമില്ല. ആർ യു റെഡി ഫോർ ക്ലോസിങ് ദ വാട്ടർ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോയിന്റ്മെന്റ് ആണല്ലോ. ഉടനെ തന്നെ മാറ്റി വരിച്ചു. പരവതാനി പോലെ നമ്മുടെ കാർപ്പറ്റിൻ്റെ മുകളിലൊക്കെ പച്ചയും മഞ്ഞയും കണുകുണാൻ മാറ്റി വരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേസ്മെന്റിന്റെ ഇത് കട്ട് ചെയ്തു. അതായത് ഇവിടുത്തെ പണിക്കാരൊന്നും ഷൂസ് ഒന്നും മാറ്റിയല്ല കേട്ടോ.
എന്ത് പണി നടക്കുവാണെങ്കിലും അവരവരുടെ വർക്കിംഗ് ഷൂസും സേഫ്റ്റി ഷൂസും ഒക്കെ ഇട്ടുകൊണ്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം അതിട്ട് നമ്മുടെ ഫ്ലോറും കാർപ്പറ്റും ഒന്നും ഡേർട്ടി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവരുന്ന ലെയർ നമ്മുടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് അതിന്റെ മുകളിൽ കൂടെ ആരെങ്കിലും നടക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. Why is because their shoes aren't just our normal shoes. They have like steel toed, so if anything falls, it doesn't hurt their foot. Yeah. So I'm gonna, this is gonna be exhaust for the tankless. Okay. Then I'm gonna put an intake pipe over here and come across. To be a foot away from here. Okay. That one is for the AC, right? Yeah. So this is your exhaust, but you got to be a foot away from this box, and they aren't right now. Okay. So I'm just gonna go up, probably to about here. You should save some money. A little bit of a delay. നല്ല ആൾക്കാരായിരുന്നു. ഞാൻ പുറകെ നിന്നെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് കാണാൻ. വർക്ക് മൊത്തത്തിൽ അടിപൊളിയായിട്ട് നല്ല നീറ്റ് ആയിട്ട് ചെയ്തു അല്ലേ? പറയാതിരിക്കാൻ പറ്റത്തില്ല. മെയിൻ സംഭവം ഞാൻ പറയാൻ മറന്നുപോയി. അവർ വന്ന ഉടനെ പൈപ്പ് ഓഫ് ചെയ്തിട്ട് അവരെന്നാ ചെയ്തെന്നറിയാമോ? അവര് നമ്മുടെ കണക്ഷൻ കട്ട് ചെയ്തു. നമുക്ക് വെള്ളം ഇല്ലായിരുന്നു 5 മണിക്കൂർ. കണക്ഷൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ഹോസ് ഇട്ടിട്ട് എംറ്റി ചെയ്തു. നമ്മുടെ ഹോസ് ഇട്ട് നമ്മുടെ അതിന്റെ പുറകെ ഒരു ഡ്രെയിൻ ഇല്ലേ, എന്നിട്ട് നമ്മുടെ ആ ഹീറ്റർ എംറ്റി ചെയ്തു. എന്നിട്ട് അതിലോട്ടുള്ള പൈപ്പ് കണക്ഷനും ഗ്യാസ് കണക്ഷനും എല്ലാം കണ്ടിച്ചിട്ട് മൂവ് ചെയ്യുന്ന സാധനമില്ലേ ഡോളിയിലോട്ട് ഈ സാധനം എടുത്തു വെച്ചു. അപ്പൊ ഞാനിങ്ങനെ നോക്കുക, ചേട്ടാ ഇവന്മാര് എങ്ങനെ ഇത് ഇതുവഴി കൊണ്ടുപോകുന്നു. ഡോളിക്ക് ലിഫ്റ്റ് ഉണ്ട്, ഹൈഡ്രോളിക് പോലത്തെ. ഓരോ സ്റ്റെപ്പിൽ ഞാനതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, അതിന്റെ യന്ത്രങ്ങളുടെ പ്രവർത്തനം. ഞാൻ 1-2 പ്രാവശ്യം പറയും ഇത് കൊള്ളാം.